അമ്മ മാതാവിനും ഈശോയ്ക്കും ആയിരം നന്ദി പറയുന്നു. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ആദ്യം നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങളുടെ ഒരു സ്ഥാപനം നല്ല നിലയ്ക്ക് നടന്നിരുന്നൊരു സ്ഥാപനമായിരുന്നു. അതിൽ ഒരു 5-8 ആൾ ഒരുമിച്ച് ചെയ്തിരുന്നതാണ്. 2000 തുടങ്ങിയൊരു സ്ഥാപനമായിരുന്നു. അതിൽ 2010 ആയപ്പോഴേക്കും നല്ല നിലയ്ക്ക് വന്ന് ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് ശരിക്കും ലോജിസ്റ്റിക്സ് ആണ്, അതായത് പാർസൽ സർവീസ്. അതിനകത്ത് 5-8 ആളുകൾ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലും ഉണ്ടായിരുന്നവർക്ക് സ്ഥാപനം നല്ല നിലയ്ക്ക് ആയപ്പം അതിൻ്റെ വളർച്ച കാരണം കൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും ചെറിയ ചെറിയ ഒരു ഷെയറുകൾ കൊടുത്ത് അവരെ അതിൽ കൊണ്ട് നടന്നിരുന്നു. അങ്ങനെ 2021 ആയപ്പോഴേക്കും അവരൊക്കെ ഒരുവിധം നല്ല നിലയ്ക്കായി, മാസം എല്ലാം നല്ല പൈസയൊക്കെ കിട്ടി തുടങ്ങിക്കഴിഞ്ഞപ്പം അവർക്ക് തോന്നി അവരുടെയും അവരുടെ ഭാര്യമാരുടെയും പേരിലൊക്കെ രജിസ്ട്രേഷൻസും കൊടുത്തിരുന്നു. അപ്പോൾ അവർ എല്ലാ മാസവും കണക്ക് നോക്കി കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്ക് തോന്നി ഇത് എല്ലാം. പിന്നെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മകനാണ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് തോന്നി ഇവർ 5-8 ആൾ ഒരുമിച്ച് കൂടി എല്ലാ രജിസ്ട്രേഷനും അവരുടെ കയ്യിൽ, എല്ലാ വലിയ വലിയ കമ്പനികളുടെ ഓർഡറുകളും അവരുടെ കയ്യിലായിരുന്നപ്പം അവർ വിചാരിച്ചു അവരൊരുമിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പൈസ എല്ലാം അവർക്ക് കിട്ടുമല്ലോ എന്ന് കരുതി ഒരു ദിവസം സുപ്രഭാതത്തിൽ, അതായത് 2021 ജനുവരി 5-ാം തീയതി കാലത്ത് ഹസ്ബൻഡ് ഓഫീസിൽ ചെല്ലുമ്പോൾ ഇവരൊരു 10-15 ഗുണ്ടകളെയും കൊണ്ടുവന്ന് ആളെ പിടിച്ചു നിർത്തി ആൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അവർ ഈ ഗുണ്ടകളെ വണ്ടികളെ കൊണ്ടുവന്ന് എല്ലാം കൊണ്ടുപോയി. ക്യാമറ പോലും അവർ കട്ട് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും സെർവറും എല്ലാം അവരെടുത്ത് ആളെ പിടിച്ചു നിർത്തി ചെയ്തു. പക്ഷേ എൻ്റെ മകൻ അന്ന് കോയമ്പത്തൂരായിരുന്നു. എന്തോ കാരണവശാൽ അന്ന് അവന് പോകാൻ പറ്റാതെ കണ്ട് അന്ന് അവൻ ഓഫീസിൽ വരുന്ന സമയത്ത് ഗേറ്റും ഓഫീസിൻ്റെ വാതിലെല്ലാം അടച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ മകൻ കയറി ചെന്ന് ചോദിക്കുമ്പോൾ ഇന്നതായിരുന്നു കാരണം അവർ പറയുന്നത് ഇത്രയും വർഷം എൻ്റെ ഹസ്ബൻഡും ഇവരും ചെയ്തിരുന്ന സമയത്ത് എല്ലാ മാസവും കണക്ക് നോക്കിയിരുന്നു. അതിൽ 2-3 ലക്ഷം രൂപ ഇവൻ പറ്റിച്ചിരുന്നു. പിന്നെ ഈ കമ്പനി ലാഭത്തിൽ വന്നതിന് സമയത്ത് കിട്ടിയിരുന്ന പൈസ കൊണ്ട് ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ലാഭം കിട്ടിയ സമയത്ത് തിരിച്ചു വിറ്റപ്പം ഇവർക്ക് ലാഭം കിട്ടിയിട്ടില്ല എന്ന് ഈ 2 കാരണം പറഞ്ഞിട്ടാണ് ജോൺസനെ, അതായത് ഹസ്ബൻഡിനെ, ഇവർ പിടിച്ചു നിർത്തിയിരിക്കുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും. പക്ഷെ ആൾ പറയുന്നുണ്ട് കണക്ക് ഞാൻ കാണിച്ചു തരാം, എല്ലാ മാസവും കണക്ക് നോക്കിയിരുന്നതാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിടിച്ചിങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പം ഈ കണക്ക് പറഞ്ഞ് അവതരിപ്പിച്ചപ്പം അവർക്ക് മനസ്സിലായി അവരുടെ തെറ്റ്. പക്ഷെ എല്ലാം ചെയ്യലും പ്രവർത്തിക്കലൊക്കെ കഴിഞ്ഞുണ്ടായിരുന്ന വണ്ടികൾ, ഡ്രൈവർമാർ, അന്നത്തെ ദിവസം വന്ന 10, 12, 13 വണ്ടികൾ ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും വന്ന് ലോഡായിരുന്നതാണ്. അതെല്ലാം ഇവർ 8 ആൾ കൂടി ആളറിഞ്ഞിരുന്നില്ല. അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥാപനം തുടങ്ങി എല്ലാം അവിടേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ ഒരു 10-10:30 ആകുമ്പോഴാണ് ചെല്ലാറ്. ആ സമയത്ത് ചെല്ലുമ്പോഴാണ് എല്ലാ ഗോഡൗണും ഒഴിഞ്ഞു കൊടുക്കുന്നു. വണ്ടികളില്ല, ഡ്രൈവർമാരില്ല, സ്റ്റാഫില്ല. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പം അപ്പോഴേക്കും ഇവർ പ്രശ്നങ്ങളുണ്ടാക്കി കഴിഞ്ഞ് എല്ലാം കൊണ്ടുപോകൽ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പം ഇങ്ങോട്ട് പറഞ്ഞു എന്നാൽ ശരി ഇനി അത് ഇങ്ങനെ കണക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം ഓഫീസിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വന്നിരിക്കുന്ന സമയത്തും 3 വർഷം മുമ്പാണ് ഈ സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്ന ആ കണക്ക് പേപ്പർ എങ്ങനെയോ ഇവരെല്ലാം വടിച്ചുകൂട്ടിയെല്ലാം ഓഫീസിൽ നിന്ന് വാരിക്കൊണ്ടുപോയി. ഇവൻ ഒരു ബാത്റൂമിലുണ്ടായിരുന്ന ബക്കറ്റ് പോലും അവർ കൊണ്ടുപോയി. ക്യാമറയും സെർവറും കൊണ്ടുപോകാന്ന് പറയുമ്പം അതനുസരിച്ച് ബാക്കി ഓഫീസിലുണ്ടായിരുന്ന എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് പിറ്റേ ദിവസം കാലത്ത് ഓഫീസിൽ ചെല്ലുമ്പം ഒരു ഡയറി താഴെ വീണ് കിടക്കുന്നു, അതിലൊരു പേപ്പർ കിടക്കുന്നു. നോക്കുമ്പോൾ 3 വർഷം മുമ്പുള്ള കണക്കിൽ ഇവർക്ക് പൈസ ഷെയർ കൊടുത്തതായിട്ടുള്ള പേപ്പറും. അപ്പോൾ തലേ ദിവസം ഈ ഉണ്ടായ സമയത്തും ഈ 3 ലക്ഷം രൂപയുടെ കണക്കും പറഞ്ഞു. പിറ്റേ ദിവസം ഇവർക്ക് ഷെയർ കൊടുത്തതിൻ്റെ കണക്കും കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം അവർക്ക് പിന്നെ തോന്നി ചെയ്തത് മോശമായിപ്പോയെന്ന്. പക്ഷേ അവർ 8 ആൾ ഓൾറെഡി ഒരു സ്ഥലത്ത് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പം ഞങ്ങൾക്ക് എല്ലാം കിട്ടും അങ്ങനെയൊക്കെയുള്ള വിചാരം അവർ ചെയ്തു. ഞങ്ങൾക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ മകൻ്റെ പേരിൽ കോയമ്പത്തൂർ രജിസ്ട്രേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾക്ക് അത് നടത്തണ്ടെന്നുള്ള തീരുമാനം ഉണ്ടെങ്കിലും മകനും പിന്നെ അതിൽ പഴയതിൽ 2-3 ആളുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അല്ല ചേട്ടാ നമുക്ക് നടത്താം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് നടത്തി. പക്ഷേ ഈ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന സാധനങ്ങൾ കേരളത്തിൽ ഓൾ കേരള കൊടുക്കണമെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിലേക്കും ഒരു വണ്ടി പോകണമെങ്കിൽ ആ വണ്ടി ഫുള്ള് കൊടുക്കാനുള്ള സാധനങ്ങളില്ലാത്തതിൻ്റെ പേരിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. 24 മണിക്കൂർ നേരത്തെ സർവീസായിരുന്നു. അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ അത് കംപ്ലയിൻ്റ് ആവണതിൻ്റെ പേരിൽ
അത് കൊടുക്കാമെന്നുള്ളതിൽ വണ്ടികൾ ഓടിപ്പിച്ചിരുന്നു. അപ്പോൾ അതങ്ങനെ കയ്യിൽ നിന്ന് പൈസ പുറത്തേക്ക് പോകുന്നതല്ലാതെ കൊണ്ട് ഒന്നും കിട്ടാതെ കണ്ടായപ്പം ആൾക്ക് പ്രശ്നങ്ങളായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കുറേശ്ശെ ഓരോ ആഴ്ചയിലും 2-3 ലക്ഷമൊക്കെ സാലറി കൊടുക്കേണ്ടി വരുന്ന സമയത്ത് ഈ വണ്ടിക്കാരുടെ പൈസയും അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് എന്തെങ്കിലും ടൈറ്റ് അങ്ങനെ വലിയ വരുമ്പോൾ ഒരു കഷ്ണം സ്ഥലം കൊടുക്കും. അപ്പോൾ ആ കാശ് ആഴ്ചയിൽ ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടത്തോളം സ്ഥലങ്ങൾ നാട്ടിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, കോയമ്പത്തൂർ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കയ്യിൽ നിന്ന് പോയി. എൻ്റെ കയ്യിൽ അത്യാവശ്യം പൊന്നുകളുണ്ടായിരുന്നു, അത് കുറച്ചൊക്കെ വിറ്റു, കുറേയൊക്കെ പണയം വെച്ചു. മകളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ആദ്യം ഉറപ്പിച്ചതായിരുന്നു, പക്ഷേ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് വിറ്റു. അങ്ങനെ എല്ലാം കയ്യിൽ നിന്ന് പോയി തുടങ്ങി. എല്ലാം അവസാനിച്ചപ്പം ഇങ്ങോട്ട് പറഞ്ഞു ശരി എനിക്ക് നടത്തണ്ട. അങ്ങനെ പ്രശ്നങ്ങൾ അങ്ങനെ സമയത്താണ് ഞാൻ സ്ഥിരം യൂട്യൂബ് കാണാറുണ്ടായിരുന്നു. യൂട്യൂബിൽ ഞാൻ കാണുക പക്ഷേ വേറെ എല്ലാം കാണില്ല. എനിക്ക് കുറച്ച് ചെടികൾക്ക് ജ്വരമാണ്, അതുപോലെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ അത് മാത്രം നോക്കും. കുറച്ച് ചെടികളെ നോക്കും, അതെവിടെ കിട്ടണോ, അതെങ്ങനെ ചെയ്യണോ, അതങ്ങനെ നോക്കും. സ്റ്റിച്ചിൻ്റെ നോക്കും, തുണികളെ നോക്കും. പക്ഷെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ ഒരേ പ്രാർത്ഥനകൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഞാനിങ്ങനെ അതിനിടയ്ക്ക് ഇത് കണ്ടു തുടങ്ങിയ സമയത്ത് അപ്പോൾ ഞാൻ ശരി എന്നാൽ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഓരോ അച്ഛന്മാരുടെയും ടോക്കുകൾ, മാത്യു അച്ഛൻ്റെ, ഡാനിയൽ അച്ഛൻ്റെ, അപ്പോൾ ഇതിനിടയ്ക്ക് കാണുമ്പം അതൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ ജോസഫച്ചൻ്റെ ഞാൻ കാണാറുമ്പോൾ ഞാൻ തോന്നും ഇത് വലിയ കാര്യമുള്ള പ്രാർത്ഥനയൊന്നുമല്ല. കാരണം മറ്റേ ഡാനിയൽ അച്ഛൻ്റെയും മാത്യു അച്ഛൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള അച്ഛന്മാരുടെയൊക്കെ പ്രാർത്ഥനകൾ ഒരു വചനങ്ങളും അല്ലെങ്കിൽ അത് നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന പോലത്തെ പ്രാർത്ഥനകളൊക്കെയാണ്. ഈ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നുണ്ട്, അന്നൊരു അട്രാക്ഷൻ ഉണ്ട്. ഞാൻ കാണുമ്പോൾ നോക്കും, ഫുള്ളാക്കില്ലെങ്കിലും ഒക്കെ നോക്കും. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ജ്വരം പോലെ വന്നു തുടങ്ങി. എന്നാലും തോന്നുന്നു എന്ത് ഈ അച്ഛൻ ഇങ്ങനെ പറയണം, അങ്ങനെ തോന്നുമായിരുന്നെങ്കിലും ഞാൻ കാണുമായിരുന്നു. അതുപോലെ സാക്ഷ്യങ്ങൾ ഞാൻ കുറേ കേട്ടു തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നല്ലതെന്ന് തോന്നുന്നു ഞാൻ ആർക്കെങ്കിലും ഷെയർ ചെയ്യായിരുന്നു. അങ്ങനെ ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ. അപ്പോൾ ആളെപ്പോഴും പറയും നമുക്ക് നിർത്താം, ഇത് പറ്റണില്ല, അങ്ങനെ പറ്റണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ, നിങ്ങൾ ഇത്രയും പിടിച്ച് നിർത്തി കൊണ്ട് പോകുന്നില്ല. ഇതുണ്ടായതിന് ശേഷം 1 വർഷത്തോളം ഏതാണ്ട് ഇങ്ങനെ വലിച്ചു കൊണ്ട് നടന്നത്. അപ്പം ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് ഇത്രയായി കഴിഞ്ഞപ്പോഴും പ്രാർത്ഥനയിലേക്ക് ഞാൻ ആദ്യവും പള്ളിയിൽ സ്ഥിരം പോകുന്ന ആളായിരുന്നു. ഞാൻ ഉപവാസം ആഴ്ചയിൽ 2 ദിവസം എടുക്കുന്ന ആളാണ്. ഞാനൊരു 10-18 വർഷമായിട്ട് ഇറച്ചികളൊന്നും ഞാൻ കൈകൊണ്ട് തൊടാത്ത ആളാണ്. ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ ആയപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എന്നെ ഈശോ നീ കൈ വിട്ടത്, ഞാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ ഞാൻ ചോദിക്കാറുണ്ട്. ഞാനിങ്ങനെ ഈ പ്രാർത്ഥനയിൽ വന്ന സമയത്തും ഞാൻ ചോദിച്ചിരുന്നു, മാതാവിനോട് ചോദിച്ചു ഞാൻ വന്ന് ഉടമ്പടി എടുത്താൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ, ഞാൻ അങ്ങനെ ചോദിക്കുന്നു. പക്ഷേ എനിക്കിങ്ങനെ ഉടമ്പടി എടുക്കണമെന്ന് തോന്നല്ലേ. കാരണം അപ്പോൾ ആളുടെ അടുത്ത് പറയുമ്പോൾ ആൾ പറയും നീ പ്രാർത്ഥിക്കുന്ന ആളല്ലേ, പിന്നെ നീ അവിടെ പോയി ഉടമ്പടി എടുക്കണേ, നീ പള്ളിയിൽ സ്ഥിരം പോകുന്ന ആളാണ്, ഇതൊക്കെ പറയണമെങ്കിലും അല്ല എനിക്കങ്ങനെ പിന്നെ അങ്ങനെ തോന്നി തുടങ്ങി എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന്. അപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞു, അപ്പം ശരി നീ പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഓൾ കേരള ഞങ്ങൾക്ക് സ്ഥാപനങ്ങളുള്ളതിൻ്റെ പേരിൽ ആളെവിടേക്കെങ്കിലൊക്കെ കൊല്ലം, കോട്ടയം, ട്രിവാൻഡ്രം അങ്ങനെ പോകുന്ന സമയത്ത് എന്നെ വണ്ടിയിൽ കൊണ്ടുവരും, ഇവിടെ ഇറക്കി തരും, ആൾ പോവും, തിരിച്ചു പോകുമ്പോൾ എന്നെ കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ 2022 ജൂണിൽ ഞാനിവിടെ വന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ വന്നത്. പ്രാർത്ഥിച്ചു, കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആൾ തിരിച്ചെപ്പോഴാണ് പോകണമെങ്കിൽ എന്നെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ആൾ പോകുമ്പോൾ ഞാൻ കാറിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. കോള് വരും ഏതെങ്കിലും ഞങ്ങൾക്കിങ്ങനെ ഈ പാർട്ടികളുടെ വലിയ പാർട്ടികൾ കോയമ്പത്തൂരത്തുള്ളത് ഹാവൽസ്, ലൂക്കർ, അങ്ങനെ വലിയ പാർട്ടികളിലാണ് ഞങ്ങൾക്ക് ഒരു രജിസ്ട്രേഷനിലുള്ളതിൻ്റെ. അപ്പോൾ അവരുടെയൊക്കെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസം 45 ദിവസമൊക്കെ ക്രെഡിറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് അവർക്ക് ഏതെങ്കിലും ഇത് കൊടുക്കുമ്പോൾ അതിൽ POD മിസ്സിങ് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 15 ദിവസത്തെ ഫണ്ട് അവർ റിലീസ് ചെയ്യില്ല. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണ് ഈ പൈസയ്ക്ക് വല്ലാണ്ട് ടൈറ്റ് വന്നു തുടങ്ങി. അവസാനം ഇപ്പോൾ വല്ലാണ്ട് ടൈറ്റായി തുടങ്ങിയപ്പോഴാണ് ഇത് ഞാൻ ഈ പ്രാർത്ഥിച്ചു കൊടുന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ അവിടെ ചെന്ന് കയറുമ്പോഴേക്കും ഫോൺ വന്നു. ഹാവൽസിൻ്റെ ആണോ ഏതോ ഒരു സ്ഥാപനത്തിൻ്റെ 22 ലക്ഷം രൂപ പെൻഡിങ് ആയിരുന്ന സാധനം റിലീസായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയപ്പോഴും കിട്ടി, പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നത്തെ മാസവും ആൾ പോയപ്പോൾ ഞാൻ ആളുടെ കൂടെ പോയി. അപ്പോഴും ഇതേപോലെ തന്നെ ഏതൊരു കിട്ടാത്തൊരു പാർട്ടിയുടെ അവർ 2-3 പ്രാവശ്യം നടത്തിക്കണം, പോയോ പിന്നെ നോക്കാം, പറയാം, തരാം, അങ്ങനെ പറയണമെങ്കിലും പിന്നത്തെ മാസം ഞാൻ ഈ ഉടമ്പടി എടുത്തിറങ്ങി. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കും, അവരുടെ ഫോൺ വന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് ഫോൺ വരും, ആ പറഞ്ഞ പാർട്ടിയുടെ ഓർഡർ ഇഷ്യൂ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 3 പ്രാവശ്യം ഞാൻ വന്നു. ജൂണിൽ വന്നു, ജൂലൈയിൽ വന്നു, ഓഗസ്റ്റിൽ വന്നു.
അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ വന്നപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ അപ്പോൾ ആൾ നേരത്തെ പോവും. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ 5:30-6 മണിക്ക് ആകുമ്പോഴേ ഞാനിവിടെ എത്താറ്. അപ്പോൾ ആ സമയത്ത് അന്നും ഞാൻ സെപ്റ്റംബറിൽ വരുന്ന സമയത്തും ഞാൻ ഉടമ്പടി പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും ഉടമ്പടി ഞാൻ എടുക്കും എന്നുള്ളൊരു ഇതില്ല. പക്ഷെ ഞാൻ അന്ന് ഈ സെപ്റ്റംബറിൽ വരുന്ന സമയത്ത് ഞാനിങ്ങനെ കയറി വരുമ്പം അവിടെ നിൽക്കുന്നിരുന്നു വോശബേനാന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഉടമ്പടി എടുക്കാനുള്ള ഒരു ലൈനിൽ നിൽക്കുക എന്ന് പറഞ്ഞു. അത് എൻ്റെ അടുത്ത് വന്നിട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ ശരിയാന്ന് ഉടമ്പടി എടുക്കാം, മാധവ് പറഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഞാൻ ആൾ പറഞ്ഞു കേട്ട ആളുടെ പിന്നാലെ പോയി ലൈനിൽ നിന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഇതേപോലെ ഞാൻ അവിടെ ചെല്ലും, ഇതേപോലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ ചെല്ലുക, എന്തെങ്കിലും ഒരു അനുഭവം എനിക്കപ്പം കിട്ടും. അങ്ങനെ ആ ഉടമ്പടിയിൽ ഞാൻ വന്നു. പ്രശ്നങ്ങളൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട്, പൈസയുടെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ തന്നെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, വീട്ടിൽ അതിൻ്റേതായ അസ്വസ്ഥതകളുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ ആളുടെ അടുത്ത് ഞാൻ എല്ലാ ദിവസവും ഒരു ചെറിയൊരു പാത്രത്തിൽ ഉപ്പും തേനും തൈലവും കൂടി ഞാൻ മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഞാൻ പറയും അവിടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് 4 മൂലയ്ക്കലും ഇട്ടോളോ, അതിൻ്റെ മെയിൻ ഡോർമ കുരിശ് വരച്ചോളോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തു. ഒരു കാശ് രൂപ ഞാൻ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ആരും ചവിട്ടാത്തടത്ത്, ആരും കാണാത്തടത്തും ആരും ചവിട്ടാത്തടത്തും, അതായത് മാതാവിന് കാണാവുന്ന പോലെ ഒരു സ്ഥലത്ത് അത് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അങ്ങനെ അത് ഒരു ആരും കാണാത്ത ഒരു സ്ഥലത്തൊരു ചുമരുമ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം നോക്കുമ്പം ഇങ്ങോർക്ക് തന്നെ എന്തോ ഒരു മാറ്റം, എന്തോ സ്ഥാപനത്തിലൊരു മാറ്റമുണ്ടെന്നുള്ളത് ആൾ ഓരോ ദിവസം വരുമ്പോഴും അപ്പോൾ ഇങ്ങനെ കളിയാക്കി പറയുന്ന പോലെ പറയും, നീ മാതാവിൽ വിശ്വസിച്ചതിൻ്റെ പേരോ അല്ല നീ മാതാവിൻ്റെ അടുത്ത് പോയതിൻ്റെ പേരോ എന്താ അറിയില്ല, അപ്പോൾ ഈ കാര്യം നടന്നു, ആ കാര്യം നടന്നു, അങ്ങനെ ഓരോന്നോ ആൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങോരുടെ മുന്നുണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ് വല്ല കാലത്തൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ സമയത്ത് ആളുടെ എന്തൊരു ആവശ്യത്തിന് ഓഫീസിൽ വന്നപ്പം ആൾ ചോദിച്ചു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്ന് കേട്ടല്ലോ, എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഇവരായിട്ട് ആൾ കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു, അവർ വേറെ സ്ഥാപനം തുടങ്ങി, ഇപ്പം ഞാൻ ആകെ പ്രശ്നത്തിലാണ്, ഉണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞു, ഞാനിത് നടത്തണ്ടേന്ന് ഇങ്ങനെ വേണ്ടാന്ന് തീരുമാനിക്കുകയാണ്. അപ്പം മകൻ MIB കഴിഞ്ഞതാണ്, അപ്പോൾ അവൻ എനിക്ക് പുറത്തേക്ക് പോയിക്കോട്ടെ, മകൾ ഇപ്പോൾ പുറത്തേക്ക് പഠിക്കാൻ പോയിട്ടുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ തന്നെയായിട്ട് എനിക്കിപ്പോൾ 60 വയസ്സായില്ലേ, ഇനിയിപ്പോൾ ഞാൻ നടത്തണ്ട എന്ന് തീരുമാനം. അപ്പോൾ ആൾ പറഞ്ഞു ഒരു അറിയപ്പെടുന്ന അത്യാവശ്യം കേരളത്തിലും കോയമ്പത്തൂരും കർണാടകയിലും അറിയപ്പെടുന്നൊരു സ്ഥാപനമാണ് ഞങ്ങളുടെ. അപ്പോൾ ആൾ പറഞ്ഞു വേണ്ട ജോൺസേട്ടൻ നിർത്തണ്ട, അത് നടത്ത്, ജോൺസേട്ടൻ എന്താണ് പ്രശ്നം എന്ന് പറയുന്നു പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് പൈസയുടെയാണ് പ്രശ്നം, ഞാനിത് തുടങ്ങി ഞാൻ അന്ന് നിർത്തിയാൽ മതിയായിരുന്നു, ഇതുണ്ടായ സമയത്ത് നിർത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഒരിക്കലും പേടിക്കണ്ട, ഞാൻ കാശ് തരാം, പലിശയായിട്ടോ കടായിട്ടോ എങ്ങനെ ജോൺസേട്ടന് തോന്നണമെങ്കിൽ അങ്ങനെ കൂട്ടിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ആൾ പറഞ്ഞ് പോയ 4-ാം പൊക്കം ഞങ്ങൾക്ക് 60 ലക്ഷം രൂപ അയച്ചു തന്നു, ബാങ്ക് ത്രൂ അയച്ചു തന്നു ഞങ്ങൾക്ക് കണക്ക് പ്രകാരം. അപ്പോൾ ആൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്തോളൂ, പിന്നെ നിങ്ങൾക്ക് ജോൺസൻ്റെ കയ്യിൽ ആവണ സമയത്ത് നിങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ബാക്കി 40 ലക്ഷം രൂപ കൂടിയും തന്നിട്ട് അവർ ഞങ്ങളെ സഹായിച്ചു. ഇനി ആ സ്ഥാപനം അത് കാരണം കൊണ്ട് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പൈസ റോൾ ചെയ്യാനും അത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പല മാറ്റങ്ങളും ഞങ്ങൾക്ക് അതിൽ വന്നു തുടങ്ങി. അപ്പം ഞാൻ അന്നായാലും ഞാൻ ഉറച്ച് വിശ്വസിച്ചു, ഞാൻ ആളുടെ അടുത്തായാലും പറഞ്ഞു, ആളും എന്നോട് പറഞ്ഞു അത് മാതാവാണ് ആളെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്, മാതാവ് ഈശോയും കൂടി അല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരാളും തരില്ലായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് ഞങ്ങളുടെ അനുഭവമാണ്, മാതാപിതാക്കളായാലും സഹോദരങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പല കാരണങ്ങളും. നമ്മുടെ ഉള്ള കാലത്ത് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവരും കൈയൊഴിഞ്ഞ അവസ്ഥയായിരുന്നു. ആ സമയത്ത് ആദ്യം ഉണ്ടായിരുന്നൊരു കൂട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് തന്നപ്പോൾ നമുക്കതൊരു മാതാവ് തന്നെയാണ് അവിടെ പ്രവർത്തിച്ചതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ഇന്ന് ആ സ്ഥാപനം 2021 പ്രശ്നം ഉണ്ടായത്, ഇന്നിപ്പോൾ 2023-24 ജനുവരി 1 ആയപ്പോഴേക്കും ആദ്യം എങ്ങനെയായിരുന്നോ അതിനെല്ലാം ഭംഗിയാക്കിയിട്ട് ആ സ്ഥാപനം ദൈവമാക്കി തന്നു, മാതാവ് കൂടെ നിന്നു. ഇന്ന് ആൾ പറഞ്ഞു എനിക്കിത് തന്നെ നടത്താൻ ഇനി താല്പര്യമില്ല, നമുക്കിത് മെർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ എല്ലാ മാസവും വന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് ചെല്ലുമ്പോൾ ഒരാളെ എങ്ങനെയാണ് ആളെ കിട്ടിയെന്ന് ആൾക്ക് പോലും എൻ്റെ ഹസ്ബൻഡിന് പോലും അറിയില്ല. അങ്ങനെ സംസാരിച്ചു, ആൾ പറഞ്ഞു ഇങ്ങനെ ഒരാൾ മെർജ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളുണ്ട്, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ആളെ കൊണ്ടുവന്ന് സംസാരിച്ച് ഇപ്പം ഇന്ന് ഭംഗിയായിട്ട് നല്ലൊരു ഹ്യൂജ് എമൗണ്ടിന് അത് മെർജ് ചെയ്ത് ഇപ്പോൾ ജനുവരി 1 തൊട്ട് ആ പേരിൽ ഞങ്ങൾ തുടങ്ങാൻ പോണു. അത് നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഒരിക്കലും പൊളിഞ്ഞു പോയി അല്ലെങ്കിൽ നശിച്ചു പോയി എന്ന് പറഞ്ഞൊരു സ്ഥാപനം കയറ്റിക്കൊണ്ടുവന്നിട്ട് ഒരാളും ധൈര്യപ്പെടില്ല എന്ന്, അത്രയും ഒരു ഇത്രയും എമൗണ്ട് തന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് നൽകി ഒരു മെർജ് ചെയ്യാനും ആരും ധൈര്യപ്പെടില്ല. പക്ഷെ അതൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാത്രമായിരുന്നു.
രണ്ടാമത്തെ സാക്ഷ്യം, അത് ഞാൻ ആയിരം ഞാനൊരു കാലത്ത് ഞാൻ നന്ദി പറഞ്ഞാലും തീരില്ല. അതുമാതിരി ഞാൻ തമ്പുരാനോട് ഞാൻ നന്ദി പറയുന്നുണ്ട്. ഞാൻ ആദ്യവും ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ആളാണ്. ഇന്നും ഞാൻ മാതാവിനോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മോളുടെ കല്യാണം 2020 അവളുടെ MBA കഴിഞ്ഞ്, അതായത് ജെയിൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ബെസ്റ്റ് സ്റ്റുഡൻ്റാണ്, ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഹോൾഡറും പ്ലസ് ഗോൾഡ് മെഡലിസ്റ്റുമാണ്. പഠിപ്പൊക്കെ കഴിഞ്ഞ സമയത്ത് അവൾക്ക് ഒരു അത്യാവശ്യം നല്ലൊരു തർക്കമില്ലാത്ത വീട്ടിലേക്ക് കല്യാണം ഉറപ്പിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പം അവൾക്കത് ശരിയാവില്ല, അവൾക്ക് വേണ്ട. ആ ഒരു വാശിക്ക് അവൾ പറഞ്ഞു ഞാൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞ ആൾ പുറത്തേക്ക് പോകാൻ നോക്കി. ആ സമയത്തായിരുന്നു കൊറോണയുടെ ഭയങ്കര പ്രശ്നങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ എന്തോ അവൾക്കിത് നോക്കി വന്ന സമയത്ത് അപ്പോൾ ജോൺ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് ദൈവം സഹായിച്ച് പോകാൻ പറ്റുകയാണ്, പേപ്പർ വർക്കുകളെല്ലാം ഭംഗിയായിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നീ പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ വാശിക്ക് അവളത് നോക്കി വന്നപ്പം അവൾക്ക് ആദ്യം ന്യൂസിലാൻഡിലായിരുന്നു പോകാനിഷ്ടം. പക്ഷെ അത് എല്ലാം കൊറോണയുടെ പ്രശ്നം കാരണം എല്ലാം അടവുകളായതിൻ്റെ പേരിൽ പോകാൻ പറ്റാണ്ട് നിന്ന സമയത്ത് എങ്ങനെയോ നോക്കുമ്പോൾ അയർലൻഡിൽ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി 1 മാസത്തിനുള്ളിൽ എല്ലാ പേപ്പർ വർക്കുകളും ശരിയായി അവൾ പോയി. ഈ പോയതിന് ശേഷം അപ്പം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടന്നതിൻ്റെ പിന്നാലെ അവൾ പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണമൊന്നും കഴിക്കേണ്ട, ഞാൻ പോകാമെന്ന് പറഞ്ഞാണ് പോയത്. അതിന് ശേഷമാണ് ഞാൻ ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പം ഞാൻ അവൾക്ക് വെഞ്ചരിച്ച് കിട്ടിയ മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഇത് നീ ഫോൺ ഓപ്പൺ ആക്കുമ്പോൾ അതിലുണ്ടായിരിക്കണം, നിൻ്റെ DP-യിൽ വാട്സപ്പ് DP-യിലും ഇത് കൊടുത്തിരുന്നോളൂ എന്ന് പറഞ്ഞു. അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 വർഷത്തെ കോഴ്സായിരുന്നു. 1 വർഷത്തെ കോഴ്സ്. ഇവിടെ MBA കഴിഞ്ഞ കുട്ടിയാണ്. അവൾ പഠിക്കാൻ വേണ്ടി മാത്രം, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അവൾ അങ്ങോട്ട് പോയത്. അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പം ഡാഡി പ്രശ്നത്തിലാണെന്ന് അവളൊക്കെ അറിയാതിൻ്റെ പേരിലാണ് അവൾ ചെയ്തത്. അങ്ങനെ അവിടെ 1 വർഷത്തെ കോഴ്സ്, ഇവിടെ BBA MBA ചെയ്ത കുട്ടി അവിടെ പോയിട്ട് MSc ആണ് ചെയ്തത്. അപ്പോൾ അവൾക്കത് പ്രശ്നമുണ്ട്, അവൾക്കറിയാം മാത്സ് പ്രശ്നമായിരിക്കും. പക്ഷെ പഠിക്കാൻ ബ്രൈറ്റ് ആയിരുന്നു. സ്കൂൾ സമയത്തായാലും ഫുൾ A+ അങ്ങനെ കിട്ടിപ്പോയ കുട്ടിയാണ്. മാത്സ് ടച്ച് ഉണ്ട്. പക്ഷെ അവൾക്ക് പറഞ്ഞു എല്ലാ സബ്ജക്ട്സും ഓൾറെഡി വ്യത്യാസം വന്ന കാരണം എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട്, പാസ്സാവുമോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിച്ചോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അവളും പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. അവളുടെ 1 വർഷത്തെ കോഴ്സ് കഴിയാൻ അവൾ ഇൻ്റർവ്യൂകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂകൾ കൊടുക്കുമ്പോഴും അവർ പറയും കോഴ്സ് കംപ്ലീറ്റ് ആവാതെ കണ്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ പാസ്സാവാനോ ജോലിക്ക് കയറാനോ പറ്റില്ല. ഇൻ്റർവ്യൂ കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ അവൾ ശരി എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് കരുതി അവൾ ഇൻ്റർവ്യൂ കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ ആ പരീക്ഷ കഴിഞ്ഞു. ആ മാസം, അതായത് 30-ാം തീയതി പരീക്ഷ കഴിഞ്ഞ് അവൾ 28 ദിവസത്തെ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോഴും ഇൻ്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 28 ദിവസം കഴിഞ്ഞാൽ കയറി ചെല്ലുന്ന അന്ന് ഒരു ബാങ്കിൽ അവൾക്ക് ജോലി കിട്ടി. അതായത് ജോലി കിട്ടിയപ്പം 6 മാസത്തെ ട്രെയിനി ആയിട്ട് കയറി. അത് വർക്ക് ചെയ്യുന്ന സമയത്തായാലും അവൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവർ പറയുന്നുണ്ട് ഈ ട്രെയിനി കഴിയാതെ കണ്ട് നിനക്ക് വേറെ കിട്ടില്ല. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് കരുതിയാൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്തു. 6 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് വേറെ ബാങ്ക് ഓഫ് അയർലൻഡ് ജോലി കിട്ടി. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇവിടുന്ന് വന്ന് പോകുമ്പം ഞാൻ ഇവൾക്ക് ചെറിയൊരു കാശ് രൂപം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കഴുത്തിൽ ചെറിയൊരു മാലയാണ് കിടക്കണ, മാലയമയാണ് ഇട്ടിരുന്നത്. അപ്പം അവിടെ തണുപ്പായിരുന്നപ്പോൾ ഈ കോട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് പുറത്തേക്ക് കാണില്ലായിരുന്നു. പക്ഷേ ഇവർ അവിടെ ബാങ്കിലുണ്ടായിരുന്നവർ, ആദ്യം ഉണ്ടായിരുന്ന ബാങ്കിൽ എല്ലാവരും ഐറിഷുകാരാണ്. അപ്പം ഇവൾ ഭക്ഷണം കഴിക്കാൻ ഇവരുടെ കൂടെ ചെന്നിരിക്കുന്ന സമയത്ത് ഇത് ഈ മാല എങ്ങനെയോ പുറത്തേക്ക് വന്നു, ഈ ലോക്കറ്റ് പുറത്തേക്ക് വന്നു, മാതാവിൻ്റെ രൂപം പുറത്തേക്ക് വന്നപ്പോൾ അമ്മമാരെല്ലാവരും ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താ ഗോൾഡ് ബാങ്ക് നീല കളറിൽ എന്താ കിടക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ മാതാവിൻ്റെ രൂപമാണ്, എനിക്കിങ്ങനെ മമ്മിയും അവിടെ നിന്ന് തന്നയച്ചതാണ്, ഭയങ്കര പ്രത്യക്ഷമുള്ള മാതാവാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ എല്ലാവരും ചോദിച്ച് ഇങ്ങനെ അവരൊന്ന് പറഞ്ഞപ്പം ഇവൾക്കൊരു നാണക്കേട് തോന്നി. അത് വേഗം ഉള്ളിലേക്ക് ഇട്ടിട്ട് ബാഗിലേക്ക് തിരിച്ചിട്ടിട്ട് അവളത് ഇട്ടു. അപ്പോൾ ഇവൾ അതിന് മുന്നേ ഇൻ്റർവ്യൂവിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആണ് ഇവൾക്ക് ബാങ്ക് ഓഫ് അയർലൻഡിൻ്റെ ഇൻ്റർവ്യൂ പാസ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയ സമയത്തും ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു മമ്മി അതൊന്നും കിട്ടുമൊന്നുമില്ല, അതൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് കിട്ടുള്ളൂ, ഞാനിപ്പോൾ ഫ്രഷേഴ്സ് അല്ല, അപ്പോൾ എനിക്ക് കിട്ടില്ല മമ്മി അതൊന്നും. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ നന്നായിരുന്നു. ആൾ പൊതുവേ നല്ല ബ്രൈറ്റാണ്, ഭയങ്കര ആക്റ്റീവൊക്കെയാണ്. പക്ഷേ അപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നന്നായിരുന്നു, എൻ്റെ എല്ലാം ഞാൻ ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും കിട്ടുമൊന്നുമില്ല, ഞാനിപ്പം പഠിച്ചിറങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ ഇഷ്ടം പോലെ ഉണ്ടാവും, അപ്പോൾ അതെനിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈ മാലയുടെ ഈ പ്രശ്നം പറഞ്ഞ് പിറ്റേ ദിവസമാണ് ഇവൾക്ക് ഇൻ്റർവ്യൂവിൽ ബാങ്ക് ഓഫ് അയർലൻഡിൽ ലെറ്റർ വരുന്നു, നിനക്ക് യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നു. അപ്പോൾ ഇവൾക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ ഇവൾ തന്നെ പറഞ്ഞു, ഇവള് പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ തന്നെ ഈ മാല പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു ഈ മാലയ്ക്ക് ഭയങ്കര ശക്തി, മാലയ്ക്കല്ല ഈ മാതാവിന് ഭയങ്കര ശക്തിയുണ്ട്, ഈ മാതാവിനെ എനിക്ക് അന്ന് എന്തെല്ലാം നിങ്ങളടുത്ത് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് ബാങ്ക് ഓഫ് അയർലൻഡിൽ ജോലി കിട്ടിയിരുന്നു, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ജോലി കിട്ടുന്നത്. ആളൊരു റിവ്യൂ എടുത്ത് നോക്കുമ്പം 7, 8, 9 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അങ്ങനെ ഒരു ജോലി കിട്ടിയിരിക്കണത്. അപ്പോൾ അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിരുന്നു.
അപ്പോൾ അവളുടെ ഈ കല്യാണം അവൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവൾ പരിചയപ്പെട്ടിട്ട്, അതായത് ചെക്കനെ മനസ്സിലാക്കിയിട്ട് അറേഞ്ച്ഡ് മാരേജ് വേണ്ട. കാരണം ഞങ്ങളുടെ വീട്ടിൽ തന്നെ 2-3 അനുഭവങ്ങളുണ്ട് അങ്ങനെ അറേഞ്ച് മാരേജ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു മാരേജ് വേണ്ട, ഞാൻ എവിടെ ജോലിക്ക് പോകണോ അവിടെ പോയിട്ട് ഞാൻ സ്വയമായിട്ട് പരിചയപ്പെട്ടിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എനിക്കൊരു പയ്യനെ മതി എന്നാണ്. അതുപോലെ ദൈവം സഹായിച്ച് ഇപ്പം അവൾക്കൊരു പയ്യനെ അവൾ തന്നെ അവിടെ അറിയുന്ന ഒരാളായിരുന്നു, ചെന്ന ഉടനെ പരിചയപ്പെട്ടു. അങ്ങനെ വേറെ ദുശ്ശീലങ്ങൾ ദൈവം സഹായിച്ച് വേറെ ദുശ്ശീലങ്ങളൊന്നും ഇല്ലാത്തൊരു പയ്യനെ കണ്ടെത്തി ഇപ്പം കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. February 4th and 5th ബോംബെയിലാണ് കല്യാണം. അപ്പോൾ അവിടെ വെച്ചിട്ട് കല്യാണം നടത്താൻ പോകുന്നു. അതൊരു മാതാവിൻ്റെ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം അവളുടെ മേലെ ഇന്ന് അല്ല ആദ്യമേ ഉണ്ട്. അത് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി. ഇപ്പം ഞങ്ങൾക്ക് ഈ സ്ഥാപനങ്ങൾ നിലനിൽപ്പായി വന്നു തുടങ്ങി. ഇപ്പം ആൾക്ക് പണ്ടേ ആഗ്രഹമായിരുന്നു കോയമ്പത്തൂർ സ്ഥലം വാങ്ങിക്കണം, കോയമ്പത്തൂർക്ക് സെറ്റിൽ ചെയ്യണം. അപ്പോൾ സ്ഥലങ്ങൾ വാങ്ങിക്കും വിൽക്കും, സ്ഥലങ്ങൾ വാങ്ങിക്കും വിൽക്കും, അങ്ങനെയാണ്. ഇപ്പം ഈ കാശൊക്കെ കയ്യിൽ വന്നു തുടങ്ങിയപ്പം ഇപ്പോൾ കോയമ്പത്തൂർ പോയിട്ട് ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥലം വാങ്ങിച്ചപ്പോൾ ആൾ പറഞ്ഞു എനിക്കതിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ, വെയർ ഹൗസ് തുടങ്ങാം. അപ്പോൾ കിണർ കുത്തണം എന്ന് പറഞ്ഞാൽ കിണർ കുത്താൻ തുടങ്ങി. കിണർ കുത്താൻ നോക്കുമ്പോൾ അവിടെ അടുത്തുപുറത്തൊക്കെ നോക്കുമ്പം എല്ലാവരും പറഞ്ഞു ഇവിടെ ഒന്നും പാറയാണ്, 400 അടി താഴ്ചയിലൊക്കെ പോയി കഴിഞ്ഞാലേ വെള്ളം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആളും പറഞ്ഞു ശരി കുത്താം, കുഴപ്പമില്ല, മേടിച്ച സ്ഥലമാണല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇവിടെ 400 അടിക്ക് താഴ്ചയിൽ പോകണം വെള്ളം കിട്ടണമെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ മാതാവിന് കൂട്ടിയെ കൂടാത്ത കാര്യമുണ്ടോ, 200 അടി താഴ്ചയിൽ താഴുമ്പോഴേക്കും വെള്ളം കിട്ടില്ല എന്ന് എന്താ ഉറപ്പ് നിങ്ങൾക്ക് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് തോന്നുന്നില്ല, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കുത്താൻ തുടങ്ങി. ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നു, കോയമ്പത്തൂരാണ് സ്ഥലം. ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തുടങ്ങണതിന് മുമ്പ് കുരിശ് വരച്ച് ഉപ്പും തേനും തൈലൊക്കെ ഇട്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. മാതാവിൻ്റെയും ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെയാണ്, വെള്ളം കിട്ടുകയാണെങ്കിൽ അങ്ങനെ, അല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിറവേറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുത്തി തുടങ്ങി ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ 50 അടി താഴ്ച, 50-60 അടി ആയിട്ടുള്ളൂ, വെള്ളം നല്ലോണം പുറത്തേക്ക് വന്നു തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുത്താനേ പറ്റണില്ല, വെള്ളം കയറി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെള്ളം ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇനി നല്ലോണം താത്തല്ലേ വേണ്ടു. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളുടെ അപ്പോൾ ഞാനിങ്ങനെ പറയണേ ചിലപ്പോൾ ഇപ്പോൾ വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിലോ 10-200 അടി ആകുമ്പോഴേക്കും വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്ന് ഞാൻ പറഞ്ഞ് വായ എടുത്തിട്ടില്ല. അപ്പോൾ നിൻ്റെ മാതാവ് നിന്നെ രക്ഷിക്കട്ടെ എന്ന് ആളും പറഞ്ഞു. അത് പറഞ്ഞ് വായ എടുത്തിട്ടില്ല. അപ്പോഴേക്കും കുത്തുന്ന ആളുടെ ഫോൺ വന്നു, ചേട്ടാ 200 അടി താഴ്ച ആയപ്പോഴേക്കും ഞങ്ങൾക്ക് കുത്താൻ പറ്റുന്നില്ല, ആ മാതിരി വെള്ളം തള്ളി വരുന്നു, നല്ല വെള്ളമാണെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിന് ഈശോയ്ക്ക് ഞാൻ അപ്പോഴേ 1000 നന്ദി പറഞ്ഞു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ലായിരുന്നു, പക്ഷേ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അവർ പറഞ്ഞു വെള്ളം നല്ലോണം സമൃദ്ധിയായിട്ട് കിട്ടാൻ വേണ്ടി 400 അടി താഴ്ചയിൽ ഞങ്ങൾ താത്തണമെന്ന് ശരിയെന്ന് പറഞ്ഞു. താത്തി ഇപ്പോഴും ആ കിണറ്റിൽ നല്ലോണം വെള്ളമുണ്ട്. ഇപ്പം ഞങ്ങളുടെ ശരിക്കുള്ള സ്ഥാപനം പൂച്ചൊണ്ടിപ്പാടത്താണ്. അവിടെയും ഇതേപോലെ ഒരു സ്ഥലം കിണർ കുത്തണം എന്ന് പറഞ്ഞു. കിണർ കുത്തി അതിൽ വെള്ളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. വെള്ളം കിട്ടി. ഞാൻ കുത്തി തുടങ്ങിയപ്പോൾ തൊട്ട് ഉപ്പും തേനും തൈലവും കൊണ്ടിടും, ഒരു കാശ് രൂപ അതിനകത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം വെള്ളം അതിൽ സമൃദ്ധിയായിട്ട്. അപ്പോൾ അവിടെ അടുത്ത് പുറത്തൊക്കെ അവർ ചോദിക്കും വരും ഇവിടങ്ങളിലൊന്നും വെള്ളമില്ല, പക്ഷേ ഈ കിണറ്റിൽ വെള്ളം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്. അതും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹമാണ്. പിന്നെ എനിക്ക് എൻ്റെ കാലുമ്മ കുറേ വർഷങ്ങളായിട്ടുള്ള കാലുമ്മ കുഴിനകം കുത്തൽ, അതെന്നും പഴുക്കുക, വേദന എടുക്കുക, നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഉപ്പും തൈലവും കൂടി ഞാൻ മിക്സ് ആക്കിയിട്ട് കുരിശ് വരച്ച് അതിന് തേച്ചതിന് ശേഷം അങ്ങനെ ചെറുതായിട്ട് തോന്നിയെങ്കിലും ഞാൻ അത് ചെയ്യെങ്കിലും ഇപ്പം അതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു വേദനയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായാലും വിശുദ്ധ കുർബാനയും കുമ്പസാരവും എല്ലാം ചെയ്തിരുന്ന ആളാണ്. ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഉള്ളതാണ്. ഇന്നും ഞാനത് തുടരുന്നു. പക്ഷേ കുറച്ചും കൂടി ഞാൻ കൊന്ത ചെല്ലാൻ ഇപ്പം ഞങ്ങൾക്ക് ചെറിയൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൽ ഞാനപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. ആ പേപ്പർ ഞാനാണ് നോക്കുന്നത്. അപ്പം അതിന് പോകുമ്പോൾ ഒരു 8 കിലോമീറ്റർ പോകണം. അപ്പോൾ ആ കാറിൽ പോകുമ്പോൾ ഞാൻ ആ കിട്ടുന്ന സമയം കൊന്ത ചെല്ലും, വരുമ്പോഴായാലും കൊന്ത ചെല്ലും, എവിടേക്ക് പോകുമ്പോഴായാലും കൊന്ത ചെല്ലും. ആർക്ക് വേണ്ടിയും പറയുമ്പോഴായാലും പ്രാർത്ഥിക്കാനൊരു ഭയങ്കര ഒരു ജ്വരമാണ്. ഇപ്പം എൻ്റെ സ്ഥാപനത്തിൽ 2-3 ആളുകൾ സ്ത്രീകളിരിക്കേണ്ട, അതിലൊരാൾക്ക് എന്നും കഴുത്തിൽ വേദനയും ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഈ ഉപ്പും തൈലവും തേനൊക്കെ ഞാൻ കൊടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ ആൾക്ക് ആ ഒരു പ്രയാസം പറയണ കാണാനില്ല. അതുപോലെ ഞാൻ കൃപാസന പത്രം ഞാൻ ഇവിടുന്ന് വാങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നിരുന്ന സമയത്തും ഞാൻ പത്രം വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു അനാഥശാലയിലാണ് കുർബാനയ്ക്ക് പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് അമ്മമാർ വരാറുണ്ട്, അവർക്ക് ഞാൻ കൊടുക്കും. ഇല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ അവിടെ പോകും, ചെന്ന് നിന്ന് ഇങ്ങനെ ഓരോ ഇതിലും വാർഡുകളിലും ഇതിലൊക്കെ കയറി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം കൊടുത്ത് 2ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ഉള്ളിൽ കയറി കൊടുക്കാൻ പാടില്ല എന്ന് സൂപ്രണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, പുറത്ത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നടക്കും ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഏതാനും ഏരിയകൾ കവർ ചെയ്യും. ഹിന്ദുക്കളെ നോക്കിയിട്ട് അധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാണുന്നവർക്ക് അറിയാലോ, വിഷമിച്ച് നിൽക്കുന്നവരെ കാണാതെ അറിയാലോ. അപ്പോൾ ഞാൻ അവരെ നോക്കി അവർക്ക് ഇങ്ങനെ പറഞ്ഞ് ആ പത്രം കൊടുക്കും.
ചിലരൊക്കെ അങ്ങനെ ഒരു കളിയാക്കുന്ന പോലെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നാലും ഏതാനും ആളുകളും ഞാനൊരു ഇവിടുന്ന് പോകുമ്പോൾ പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടാണ് ഞാൻ പോവാറ്. ഞാൻ പേപ്പറും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 10-15 മാക്സിമം ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും എൻ്റെ 2 കെട്ടോ 3 കെട്ടോ എത്ര പേപ്പർ ഉണ്ടെങ്കിലും ഞാൻ അവസാനിപ്പിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ച് വരാറുള്ളൂ. ഞാനത് കൊണ്ടുപോയി അധികം കാലമൊന്നും ഞാൻ വീട്ടിൽ വയ്ക്കില്ല, 2-3 ദിവസം. അപ്പോൾ ഞാൻ സ്ഥിരം കാറിലാണ് പോകുന്നത്. ഇത് പേപ്പർ കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ പറയും, അപ്പോൾ എന്നെ ആദ്യം എൻ്റെ ഇതിൽ ഓഫീസിലാക്കിയിട്ടാണ് ആളെ പോവുക. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ പൊക്കോ, ഞാൻ ബൈക്കുമ്പോൾ പൊക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ പോയി ബൈക്കുമ്പോൾ പോയി ഞാൻ ഈ പേപ്പറൊക്കെ കൊടുക്കും. ചെല്ലുന്ന സമയത്ത് വേദനകളും വിഷമങ്ങളും പറയുന്നവർക്ക് കാശായിട്ടും കൊടുക്കും. അതുപോലെ വീടിൻ്റെ അടുത്തായാലും മറ്റേ അനാഥശാലകളിലായാലും വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും അങ്ങനെ കൊടുക്കും. ഞങ്ങളൊരു 10-25 വർഷമായിട്ട് കാരമട കരുണായില്ല എന്ന് പറഞ്ഞൊരു മഠത്തിൽ ഒരു 10-65 അനാഥ അമ്മമാരുണ്ട്. അവരുടെ കൂടെയാണ് സ്ഥിരം ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ ഭക്ഷണം കൊടുക്കും, അവരുടെ കൂടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അങ്ങനെ ആദ്യമേ തൊട്ട് എല്ലാം ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ ഞാൻ തിരിച്ച് ചോദിച്ചത്, എൻ്റെ ഈശോയെ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങളെ കൈവിട്ടതെന്ന്. പക്ഷേ ഇപ്പം മനസ്സിലാവുന്നു, ഞങ്ങൾ തമ്പുരാനിൽ നിന്ന് ചിലപ്പോൾ അകന്നുണ്ടായിരിക്കാം. അതിനുള്ളൊരു ശിക്ഷയാണോ എന്താണെന്നറിയില്ല. ഞാൻ 6 നിയോഗങ്ങൾ എഴുതിയതിൽ ഒരു 3 നടന്നിട്ടുണ്ട്. ഇനിയും നടക്കാനുണ്ട്. ഇനിയൊരു കാര്യം കൂടി എൻ്റെ മകൻ്റെ ഒരു കാര്യം നടക്കാനുണ്ട്. ഞാനത് തീർച്ചയായിട്ടും എന്നെ ഇവിടെ സാക്ഷിയാക്കി നിർത്തിയതിന് 1000 നന്ദി ഞാൻ പറയണു. ഇനിയും എന്നെ സാക്ഷിയാക്കുന്നും എനിക്കറിയാം. ഞാനിവിടെ വന്ന് സാക്ഷ്യം തമ്പുരാനോടും മാതാവിനോടും പറയുമെന്നും ഞാൻ വാക്ക് തരുന്നു.